നിലമ്പൂർ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആശമാർ എം സ്വരാജിൻ്റെ വിജയത്തിന് വേണ്ടി പ്രചരണ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആശമാർ ഈ ഒരു രംഗത്തേക്ക് വരുന്ന സമയത്ത് ഓണററിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒരു പ്രതിഫലമോ വാങ്ങാതെ അല്ലെങ്കിൽ ഇല്ലാതെയാണ് സേവനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അധികാരത്തിലേക്ക് വന്ന പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയും വെറും 1000 രൂപ ഉണ്ടായിരുന്ന ഓണറേറിയം 7000 രൂപയിലേക്ക് എത്തുകയും ഒരു ആരോഗ്യ മേഖലയുടെ ഭാഗമായി ചേർത്ത് നിർത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് എം സ്വരാജിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരായി ചില ആളുകൾ SUC അല്ലെങ്കിൽ മറ്റു പേരുകളിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ വോട്ട് ചെയ്യരുതെന്നുള്ള രീതിയിലേക്ക് പ്രചരണത്തിലേക്ക് നിലമ്പൂരിൽ വീട് വീടാന്തരം കയറിയുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. നാളിതുവരെ ഒന്നും നമ്മുടെ ഒരു രംഗത്തും കാണാത്ത കുറേയധികം ആളുകൾ ചില ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് സർക്കാരിനെതിരായിട്ട് തിരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അട്ടിമറിക്കാനുള്ള രീതിയിലേക്കും തെറ്റായ പ്രചരണങ്ങൾ നൽകിക്കൊണ്ടുമാണ് ഇത്തരം ആളുകൾ ഈ നിലമ്പൂരിൽ ഈ ഒരു പ്രചരണത്തിലേക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊന്നുമല്ല നടക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിനോട് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത്. ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരം ചില ആളുകൾ സമരത്തിലേക്ക് വന്നിട്ടുള്ളതെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലുള്ള മുഴുവൻ ആശമാരും എം സ്വരാജിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. തുടർന്നുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഇവിടെ തന്നെ വിജയത്തിനായി ഉണ്ടാവും.